പ്രൈസ് ലോർഡ്. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നമുക്കൊരു പകൽക്കാലം കൂടി ദൈവം ദാനമായി തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 23 5-ാമത്തെ വാക്യം. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു. ദൈവം തന്നെ സാക്ഷി പറയാൻ, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണെന്ന്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ആമേൻ. നാം ദൈവത്തിൽ ആശ്രയിച്ച് ആയിരുന്നാൽ നമുക്ക് മുട്ടുണ്ടാവുകയില്ല. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവത്തോട് അടുത്തിരുന്നാൽ നമ്മുടെ ഏത് ആവശ്യത്തിൻ്റെ മേലും അതെല്ലാം നിവൃത്തിയായി നടത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അത് നമ്മൾ ആദ്യം വിശ്വസിക്കണം. ആമേൻ. അതാണ് സങ്കീർത്തനം പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് ദൈവം ദാവീദിനെ ഒത്തിരി സ്നേഹിച്ചെന്നറിയാമോ? ആമേൻ. മക്കളിൽ 8-ാമത്തെ പുത്രനായ ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. അപ്പൻ തൻ്റെ ആടുകൾ, അതായത് പൊക്കത്തിൽ കുറഞ്ഞവനും എന്നാൽ നല്ല സൗന്ദര്യമുള്ള പവിഴ നിറമുള്ളവൻ എന്നാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത് ബൈബിളിൽ. അപ്പോൾ ഈ ദാവീദ് ഏറ്റവും ഇളയ മകനാണല്ലോ. അപ്പോൾ ദാവീദിനെ അപ്പ എന്ത് ചെയ്യുന്നറിയാമോ? ആടുകളെയും കൊണ്ട്, തൻ്റെ പിതാവിനുണ്ടായിരുന്ന മൃഗസമ്പത്ത് ആടുകളെ കൊണ്ട്, യഹൂദന്മാർക്ക് ഒത്തിരി ആടുകളുണ്ട്. ആമേൻ. ആടുകളെ കൊണ്ട് കാട്ടിലേക്ക് അങ്ങ് പോകും, ഭക്ഷണ പദാർത്ഥങ്ങളും എടുത്തുകൊണ്ട്. പോയിട്ട് അന്ന് വരത്തില്ല, ഒത്തിരി ദിവസങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ആടുകളെ തീറ്റിച്ച് പതിയൊക്കെ കൊണ്ടുവരത്തുള്ളൂ. അങ്ങനെ കാടുകളിലേക്ക് ആടുകളെ തീറ്റിക്കാൻ കൊണ്ട് പോകുമ്പോൾ ഒരു ദിവസം ആടിനെ തീറ്റിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു സിംഹം വന്നു. ആ സിംഹം വന്ന് ആടിനെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ ആ സിംഹത്തെ കീറിക്കളഞ്ഞെന്ന് വചനം പറഞ്ഞു. അതുപോലെ ഒരു കരടിയും വന്നു, ആ കരടിയെ അതുപോലെ നശിപ്പിച്ചു. അപ്പോൾ നാം ചിന്തിക്കും, ഈ ദാവീദിന് എവിടെ നിന്നാണ് ഈ ശക്തി ലഭിച്ചത്? ഒരു പയ്യനല്ലേ, ഒരു കൊച്ചു പയ്യനല്ലേ, എങ്ങനെ ഈ ശക്തി ലഭിച്ചു? ആമേൻ. വലിയ ആളുമല്ല. അപ്പോൾ ഒരു സിംഹത്തെയും ഒരു കരടിയും കീറിക്കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യമായ ബലം ആവശ്യമാണ്. അപ്പോൾ ആ ബലം ലഭിച്ചത് ആ ദാവീദ് എപ്പോഴും ദൈവത്തോടു കൂടെയായിരുന്നു. വനാന്തരങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവിടെ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, സഹായിപ്പാൻ മറ്റാര് ദാസന്മാരില്ല. അപ്പോൾ എല്ലാം ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ദാവീദിന് വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദാവീദിന്റെ കയ്യിൽ ഒരു കിന്നരം ഉണ്ടായിരുന്നു, അതുപോലെ ഒരു സഞ്ചി ഉണ്ടായിരുന്നു, ഒരു കവിണി ഉണ്ടായിരുന്നു, കുറച്ച് കല്ലും അതിനകത്തുണ്ട്. എന്തിനെന്നറിയാമോ? ദാവീദ് തൻ്റെ ആടുകളെ വിട്ടിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കും. അവിടെ ഇരുന്ന് വീണ എടുത്ത് കിന്നരം എടുത്ത് ഇങ്ങനെ നീട്ടി ദൈവത്തെ സ്തുതിക്കും, പാടി ദൈവത്തെ സ്തുതിക്കുക, പാട്ടുപാടി ദൈവത്തിന്റെ ഹൃദയം കവർന്നവനാണ് ദാവീദ്. ആമേൻ. ആ ഹൃദയം കവർന്ന ദാവീദിനെയാണ് ദൈവം പറഞ്ഞ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ആമേൻ. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുനിമിഷം ദാവീദ് റിസീവ് ചെയ്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നുവോ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. അത് ഹല്ലേലൂയ. നമുക്ക് നമുക്ക് വർണ്ണിക്കുവാൻ കഴിയത്തില്ലെന്ന് പറയാം. അതുകൊണ്ടാണ് ആ ദാവീദിന് അത് ചെയ്യുവാൻ കഴിഞ്ഞത്. ആ ദാവീദ് മരത്തിന്റെ മുകളിൽ കയറി കിന്നരം കൊണ്ട് വായിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ആ ദാവീദിനറിയാം, എൻ്റെ ആടുകൾ എവിടെയൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരുടെ അടുത്തതിന് ശത്രുക്കൾ, മൃഗങ്ങൾ വരുന്നുണ്ടോ, അവയെ വേട്ടയാടുവാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അങ്ങനെ വരുന്നതിനെ കവിണി വെച്ച് അടിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ വലിയൊരു എക്സ്പീരിയൻസ് ദാവീദിന് ലഭിച്ചു. 2 കാര്യങ്ങൾ: ദൈവത്തെ ആരാധിക്കുന്നതിന്, ശത്രുവിനെ തകർക്കുന്നതിന്. പ്രിയ സഹോദരങ്ങളെ, ഗോലിയാത്ത് ഇങ്ങനെ യുദ്ധം ചെയ്യുവാൻ ആരെന്നെ നേരിടാൻ ഉണ്ടെന്നും പറഞ്ഞ് ആ ഗോലിയാത്ത് നിൽക്കുമ്പോൾ സഹോദരന്മാർ യുദ്ധത്തിന് പോയി കാണുന്നില്ല. പിതാവ് പറഞ്ഞു, നീ ഒരു കാര്യം നിന്റെ സഹോദരന്മാരെ അന്വേഷിച്ചിട്ട് വാ, ഈ അപ്പവും അടയും കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞു വിട്ടപ്പോൾ ദാവീദ് പടക്കളത്തിലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോൾ സഹോദരന്മാരാണ്. അവർ ചോദിക്കണം, നീ എന്താ ഞങ്ങളെ കളിയാക്കാൻ വന്നിരിക്കുന്നുവോ? ഞാൻ പട കാണാൻ വന്നിരിക്കുന്നു. ഇങ്ങനെ കളിയാക്കി, കുഞ്ഞു പയ്യനല്ലയോ ഇങ്ങനെ. അപ്പോൾ ഗോലിയാത്ത് നിന്ന് പ്രതിവാദം ചെയ്യണം, ആരെന്നെ എതിർക്കാൻ. ഒറ്റയ്ക്കാണ് ഗോലിയാത്തിനോട് ഇടപെടുന്നത്. അപ്പോൾ ഗോലിയാത്ത്, എന്നോട് എതിരിടാൻ ആരുണ്ട്? അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ സൈന്യം ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്, ആരും അടുക്കുന്നില്ല. അങ്ങനെ ഒത്തിരി ദിവസങ്ങൾ കൊണ്ട് അങ്ങനെ കഴിയുകയാണ്. അപ്പോൾ ദാവീദ് അവിടെ ഈ സഹോദരങ്ങളെ കാണാൻ ചെന്നതാണ്. അപ്പോഴും പുള്ളിയുടെ ആയുധമായ കവിണിയും കല്ലും, കവിണിയും ഉണ്ട് കയ്യില്. അപ്പോൾ ദാവീദ് ചെന്നിട്ട് പറഞ്ഞു, ശരി, ഞാൻ എതിർക്കാന്ന് പറഞ്ഞു. അപ്പോൾ
എല്ലാവരും കളിയാക്കി. അപ്പോൾ എന്ത് ശൗല്, അന്നത്തെ രാജാവാണ് ശൗല് പടച്ചട്ടയൊക്കെ കൊടുത്തു, അതൊക്കെ ഇട്ടു. പക്ഷെ ദാവീദിന് അതിനൊന്നും എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. അല്ലാതെ കുറച്ച് വലിയ ആഡംബരമുണ്ടെന്നോ വലിയ സമ്പത്തുകൾ ഉണ്ടെന്നോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയം, ദൈവം എന്താണ് നോക്കുന്നത്? ഹൃദയത്തെ. നിങ്ങളുടെ വിശ്വസ്ത ഹൃദയമുള്ളവരാണോ? ആ ഹൃദയത്തിന്റെ വിചാരങ്ങളെ ദൈവത്തിന് വേണ്ടിയുള്ളതാണോ? ആ ഹൃദയ വിചാരങ്ങളെയാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ, ദാവീദ് ചെന്നു പറഞ്ഞു, എനിക്കിതൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്നാൽ ഞാൻ സേവിച്ച ഒരു ദൈവമുണ്ട്. ആ യഹോവയുടെ നാമത്തിൽ ഞാൻ കരടിയെ കീറിക്കളഞ്ഞു, സിംഹത്തെ കീറിക്കളഞ്ഞു, എന്നാൽ ഞാനിത് മുൻപോട്ട് ചെല്ലുമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഹല്ലേലൂയ, ഗോലിയാത്ത് പറഞ്ഞു, നീ എന്താണ് ഒരു നായെ തല്ലുവാൻ വരുന്നത് പോലെ നീ കവണിയുമായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ദാവീദ് അവിടെ നിന്ന് ഒരു 5 കല്ലെടുത്ത് ഹല്ലേലൂയ സഞ്ചിയിലിട്ടിട്ട് അതിൽ നിന്നൊരു കല്ലെടുത്ത് ഹല്ലേലൂയ ഗോലിയാത്തിന് നേരെ അടിച്ചു. അത് തിരുനെറ്റിയിൽ കൊണ്ട് ഗോലിയാത്ത് അപ്പോൾ തന്നെ വീഴുവാനിടയായി. എന്നിട്ട് ഹല്ലേലൂയ ഗോലിയാത്തിന്റെ കയ്യിലിരുന്ന വാളെടുത്ത് ഉറയുന്ന വാളെടുത്ത് തല വെട്ടിയെടുക്കുവാനിടയായി. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതാണ് ദാവീദ്. ഹല്ലേലൂയ, ആ ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. ഇന്ന് ദൈവത്തിന്റെ സന്നിധിക്കുന്ന മക്കളെ, നമ്മുടെ ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ ദൈവം നമുക്ക് നന്മ ചെയ്യുമെന്നറിഞ്ഞ് ഹല്ലേലൂയ പൂർണ്ണമായിട്ട് അടുക്കുന്നവർക്ക് വേണ്ടി ദൈവം നന്മ ചെയ്യ. 5-ാമത്തെ വാക്യം പറയും, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഹല്ലേലൂയ, എൻ്റെ തല എണ്ണോണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. എന്താണ് അഭിഷേകം? രാജാഭിഷേകമുണ്ട്, ശുശ്രൂഷയ്ക്കുള്ള അഭിഷേകമുണ്ട്, എന്നാൽ കുടുംബത്തെ പരിപാലിക്കേണ്ട അഭിഷേകമുണ്ട്. ഹല്ലേലൂയ, മറ്റുള്ളവരെ സഹായിക്കേണ്ട അഭിഷേകം. പ്രിയ സഹോദരൻ, അഭിഷേകം പല തരത്തിലാണ് ദൈവം പലർക്കും പല രീതിയിലാണ് അത് പങ്കുവെച്ചു കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞ ശത്രുക്കും, നമ്മളെ എതിർക്കുന്ന ശത്രുക്ക് മുൻപാകെ നമ്മളെ മേശ ഒരുക്കിയിരുത്തുന്ന ഒരു ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ പാത പിടിച്ചടിച്ചില്ല. നമ്മുടെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ നമുക്ക് കേൾക്കുവാൻ ഇടയായല്ലോ. ആ ദൈവത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട ഓരോ മക്കളെ അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, അവരുടെ മേൽ ദൈവത്തിന്റെ വലിയ ഫേവർ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഏത് ആവശ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഈ ദിവസം ഇറങ്ങുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലതെന്ന് പറയുവാൻ തക്കവണ്ണം, ശത്രുക്കൾക്ക് മുൻപാകെ മേശ ഒരുക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം, അവരുടെ പ്രതികൂലങ്ങളിൽ വിടിവെച്ച് സകല രോഗികളെ സ്വർഗ്ഗ സൗഖ്യമാക്കി ഈ പകൽക്കാലം കർത്താവരെ വിടുവിക്കുന്ന കൃപയ്ക്കായി നന്ദി. നല്ല വിശുദ്ധ ആരാധന തന്റെ ജനത്തിൽ ലഭിക്കുവാൻ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എവിടെയായാലും ദൈവസ്നേഹത്തിൽ വർദ്ധിക്കാൻ സ്വർഗം സഹായിക്കട്ടെ. പരസ്പരം സ്നേഹിച്ച് അവിടെ ജാതി മത വർഗ ഭേദമില്ല, ദൈവം സകലരെ സൃഷ്ടിച്ച് സകലത്തെ സ്നേഹിച്ച് ആ ദൈവത്തിന്റെ പാദപീഠത്തില് നമുക്ക് ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ, നമുക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കുക, ശുദ്ധ മനസ്സാക്ഷിയോടെ ജീവിക്കുക, നിഷ്കളങ്ക മനസ്സാക്ഷിയോടെ ജീവിക്കാൻ പഠിക്കുക. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.